തപരേഷ് സായേക്കർ എന്ന ചെറുപ്പക്കാരൻ വെടിയേറ്റ് വീണത് ഇവിടെ വച്ചാണ്. തപരേഷ് കൊല്ലപ്പെട്ട ശേഷം ജനരോഷത്തിൽ ചുട്ടരിക്കപ്പെട്ടതാണ് ഈ പോലീസ് വണ്ടി. ജയ്താപൂർ ഇപ്പോഴും പറയുന്നു, 1000 പേർ മരിച്ചു വീണാലും ഇവിടെ ആണവ നിലയം അനുവദിക്കില്ല. ആണവ വിരുദ്ധ സമരത്തിന് നേരെ നടന്ന പോലീസ് വെടിവെപ്പിലാണ് ഏപ്രിലിൽ തപരേഷ് കൊല്ലപ്പെട്ടത്. അന്ന് വീടുകളിൽ നിന്ന് പെറുക്കിയെടുത്തു വെടിയുണ്ടകൾ. സ്ത്രീകളെയും കുട്ടികളെയും വരെ പോലീസ് ആക്രമിച്ചു. तो मैं यहाँ खड़ा था, जो पुलिस पथराव कर रहे थे डंडे से, ये घर के ऊपर मार रहे थे, ये घर के ऊपर पत्थर मार रहे थे. उधर भी जो अचानक फायर चालू हुआ. हाँ, घर के अंदर 2 गोलियां थी, बाहर 1 गोली थी और एक डंडा था. കുടിയിറക്കപ്പെടുന്ന 40,000 പേരുടെ പ്രതിഷേധത്തിന് പക്ഷേ അതോടെ കരുത്തേറി. മഡ്ബൻ, നിവേലി, കരേൽ, സാക്രിനാട്ടെ, മിത്ഗാവിനെ, വർലിവാഡ പദ്ധതി വരുന്നതോടെ ഭൂമുഖത്തു നിന്ന് ഈ ഗ്രാമങ്ങൾ തുടച്ചു നീക്കപ്പെടും. 938 ഹെക്ടർ സ്ഥലത്തിന് ഏക്കറൊന്നിന് 1.6 ലക്ഷം രൂപ വെച്ച് സർക്കാർ ആദ്യം നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു. പിന്നീട് 10 തവണ വില കൂട്ടി. ഒടുവിൽ പ്രഖ്യാപിച്ചത് ഏക്കറൊന്നിന് 10 ലക്ഷം രൂപ. ഭൂമി വിട്ടുകൊടുക്കാൻ എന്നിട്ടും 2375 കുടുംബങ്ങളിൽ 114 പേരെ തയ്യാറായുള്ളൂ. മഹാരാഷ്ട്രയുടെ ഈ ഹോർട്ടിക്കൾച്ചർ തലസ്ഥാനത്ത് ഇപ്പോൾ തരിശുഭൂമി എന്ന് പ്രഖ്യാപിച്ചിടത്ത് 4 കൊല്ലം മുമ്പ് കൃഷിനാശം വന്നപ്പോൾ ഏക്കറൊന്നിന് 14 ലക്ഷം രൂപ സർക്കാർ നഷ്ടപരിഹാരം നൽകി എന്നുകൂടി അറിയുക. വികസന കുതിപ്പിനു വേണ്ടി സർക്കാർ കുടിയിറക്കുന്ന നേർച്ചക്കോഴികൾക്ക് മറ്റെങ്ങുമെന്നോണം ജയ്താപൂരിലും മൗലികാവകാശങ്ങൾ നഷ്ടമാവുകയാണ്, കരയിലും പിന്നെ കടലിലും. The question is not that of the adequacy of compensation, because people have made it abundantly clear that they don't want the project, they are totally opposed to it. I can't think of even 1% of the population which is for the project. ജയ്താപൂരിൽ നിന്ന് ക്യാമറമാൻ മനോജ് പുതുപ്പടിക്കൊപ്പം കെ മധു, അമൃത ന്യൂസ്.